ഓട്ടോ ഓടല്ലേ വിളിക്കുന്നേ? ഞാൻ ഓട്ടോ ഓടാനെ വിളിച്ച സമ്മതിച്ച്. അപ്പൊ ഈ 2 കിലോമീറ്റർ നിങ്ങൾ 60 മേടിക്കും. 60 രൂപയാണ്. 2 കിലോമീറ്റർ ഓടി വന്നാൽ 60 രൂപയാണ്. അതായത് 30 രൂപ മിനിമം ചാർജ്. മിനിമം ചാർജ് 30 രൂപ. രണ്ടാമത്തെ കിലോമീറ്റർ 30 മേടിക്കും. ഇതുവരെ അപ്പൊ ഈ എഴുതി വെച്ചേക്കുന്ന ഫോട്ടോ എടുക്കുക, കൊണ്ട് കൊടുക്കുക. എനിക്ക് പൈസ ധനങ്ങളെ ഈ മീറ്റർ എന്താ വർക്ക് ചെയ്തത്? മീറ്റർ വർക്ക് ചെയ്താണ്. മീറ്റർ വർക്ക് ചെയ്യുന്നില്ലെന്ന് ഇതൊക്കെ അറിയുന്നത്. പിന്നെ ഞാൻ ഈ ഓട്ടോ കയറുമ്പോൾ ഞാൻ അറിയണ്ടേ? ഇത് എനിക്ക് വേണ്ടി വെച്ചേക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയല്ല, ഇത് എനിക്ക് വേണ്ടി വെച്ചേക്കുന്നത്. അവിടെ പറയാൻ മീറ്റർ പറയാൻ തന്നെ അവിടെ വെച്ച് അത് പറയുന്നത് അങ്ങനെ ഞാൻ അവിടെ വെച്ച് പറയുന്നത് മീറ്റർ പറയുന്നതിനാ എനിക്ക് മീറ്റർ തുറന്ന് പറയണം. നിങ്ങൾ എന്റെ ചോദിച്ചത് ഓട്ടോ ആണോന്ന്. ഓട്ടോ ആണ് കാര്യമല്ലെങ്കിൽ അത് മീറ്റർ മീറ്റർ ഇയാൾ പറയണം. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യമല്ല ഓട്ടോ ആണ്. ഓട്ടോ ആണ് കൊടുക്കും. എന്റെ പക്ഷേ ഇയാൾ സമയങ്ങളെ കാശിലേക്ക് പോകണം. കാശ് ഇയാൾ കൊണ്ട് നാട്ടിൽ പരാതി കൊടുക്കും. കുഴപ്പമൊന്നുമില്ല, കാശിലേക്ക് പോകണം. 1000 പറഞ്ഞാൽ അങ്ങനെ തരാൻ പറ്റുമോ? ഓടുന്നതിനല്ലേ തരാൻ പറ്റുള്ളൂ. അതെങ്ങനെ വരുന്നത്? ഓടുന്ന ഓട്ടത്തിനല്ലേ കാശ് ഇറങ്ങുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗിവ് അപ്പ്? ஆசை புன்னகை மூஞ்சையில் மூஞ்சி 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 மூஞ்சியில் என்ன தூரலோ இன்ப தூரலோ சின்ன தூரலோ. ഇവിടെ വന്ന് പരാതിയായിട്ട് വന്നിരിക്കുവോ? നടപടി എടുക്കാൻ പോവാ കേട്ടോ. നടപടി എടുക്കണം. അങ്ങനെ ഏതാ നടപടി കൊണ്ടോടെ വന്നിട്ടില്ല. വിജയെന്ന് പറഞ്ഞാൽ പുതു തലമുറയ്ക്ക് അവരെ കറക്റ്റ് മൊബൈലിനെ അടിച്ചു നിങ്ങളെ നാക്കൊന്നും നടത്താവോ? നിങ്ങൾ എല്ലാം റോങ് ആണ്. നിങ്ങൾ ചെയ്ത എന്തെങ്കിലും നല്ല കാര്യമുണ്ടോ? ഉണ്ടോ? നിങ്ങൾ റോങ്ങാണ്. നിങ്ങൾ ചെയ്ത ശരിയാണ്. അവർ പുതുതലമുറ വരുമെന്ന് ഗൂഗിൾ മാപ്പ് നോക്കും, എല്ലാം നോക്കണം. അവർ ടെക്നോളജി അറിയുമ്പോൾ പുതുതലമുറ നമുക്കെല്ലാം അറിയാം. അവർ നോക്കുമ്പോൾ കറക്റ്റ് മില്ലിമീറ്ററിന് വരെ കണക്ക് അവരെയുണ്ട്. നമ്മൾ തോന്നുന്നോടൊന്നും പരിപാടി നടക്കത്തില്ല. ഒരു മിനിമം ചാർജ് ഉണ്ടെങ്കിൽ അതേ മേടിക്കാൻ പറ്റും. മിനിമം ചാർജ് 30 രൂപ, പിന്നെ ഓരോ കിലോമീറ്റർ 15 രൂപ. അപ്പൊ നമുക്ക് തോന്നുന്നില്ല. പിന്നെ മീറ്റർ ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ്. സവാരി തുടങ്ങുന്നതിന് മുമ്പ് മീറ്റർ ഓണാക്കുക എന്നുള്ളത്. കേട്ടോ, പണ്ടത്തെ സിനിമ കണ്ടിട്ടുണ്ടോ? ഒരു ഓട്ടോ പിടിക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ അടിക്കുന്നേ കണ്ടിട്ടുണ്ടോ? പഴയ സിനിമയിലൊക്കെ ഡിജിറ്റലാക്കിയേക്കുക. കുറച്ചുകൂടി എളുപ്പമായി. എന്നിട്ട് നിങ്ങളെന്താ പറയുന്നത്? പറഞ്ഞാലും ഇടത്തുള്ളൂ. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. സ്ഥിരം യാത്രയിലാണ്. അപ്പൊ എനിക്കറിയാം എത്ര രൂപ മേടിക്കുന്നത്. ചിലപ്പോ ഞാൻ പറയുന്നത് എന്തിനാ? ഇത് ചേട്ടൻ സംസാരിച്ച രീതി റോങ്ങാ. ആദ്യമേ സംസാരിച്ച രീതി റോങ്ങാ. അതാണ് അതിനകത്തെ പ്രശ്നം. ഞാൻ പറഞ്ഞു ശരിയാണ്. പണ്ട് മിനിസ്റ്റർ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഗണേഷ് കുമാർ അങ്ങനെ പറഞ്ഞു സമ്മതിക്കും. അങ്ങനെ എന്നാ പറഞ്ഞത്? ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇതൊന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. മീറ്ററിനകത്ത് ചോദിച്ചപ്പോൾ ചേട്ടൻ സംസാരിച്ചു. ഞാൻ ശരിയാണ്, സത്യം. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾ കയറിയപ്പോൾ പറയാൻ എന്താ മീറ്റ് ഇടാൻ? നിങ്ങൾ കയറുമ്പോൾ പറഞ്ഞാൽ മീറ്റ് ഇടും. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഓടുന്നു. അങ്ങനെ ആരും മീറ്റ് ഇടാൻ പറയുന്നില്ല. അവർ വന്ന് കയറുന്നു. ഞങ്ങൾ കറക്റ്റ് കാശ് ഞങ്ങൾ മേടിക്കുന്നു. അല്ലാതെ ഞങ്ങൾ ആരും ചേട്ടനോട് നിൽക്കേണ്ടത് കറക്റ്റ് കാശ് ചോദിക്കാനാ. അത് മനസ്സിലായോ? കറക്റ്റ് കാശിന്റെ എത്തിക്കാത്തതാണ് ചേട്ടനിപ്പോൾ ഇവിടെ നിൽക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇവിടെ നിൽക്കേണ്ടി വരത്തില്ലായിരുന്നു. ഞാനത് ചേട്ടനോട് കുറെ തവണ പറഞ്ഞു. ചേട്ടന് പക്ഷെ മനസ്സിലായില്ല. ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? മനസ്സിലായോ ഇപ്പൊ കാര്യം? മനസ്സിലായി.